എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജനുവരി 8 തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. അർഹരായ മുഴുവൻ ആളുകളെയും വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ അടിയന്തര നടപടിക്ക് സർക്കാർ തീരുമാനമായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. മതിയായ രേഖകൾ കൈവശം ഇല്ലാത്തവർക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ രേഖകൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. രേഖകൾ കിട്ടാൻ ഒരു ഫീസും ഈടാക്കുന്നതല്ല. ഏതെങ്കിലും ഫീസ് ഉണ്ട് എങ്കിൽ അത് ഈ കാലയളവിൽ ഒഴിവാക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുന്നതിന് ജനങ്ങളെ സഹായിക്കുന്നതിനായി മതിയായ സഹായ കേന്ദ്രങ്ങൾ, പ്രത്യേക ഹെൽപ്പ് ഡെസ്കുകൾ പ്രാദേശികാടിസ്ഥാനത്തിൽ സ്ഥാപിക്കുന്നതിന് മന്ത്രിസഭാ യോഗം നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഹിയറിംഗ് കേന്ദ്രങ്ങൾ സജ്ജീകരിക്കുന്നതിനും അതിനുവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും ജില്ലാ കളക്ടർമാർക്ക് ചുമതല നൽകി. ഹിയറിംഗ് കേന്ദ്രങ്ങളിൽ ആവശ്യമെങ്കിൽ വളണ്ടിയർമാരുടെ സേവനവും മതിയായ ഹിയറിംഗ് ഉദ്യോഗസ്ഥരുടെ സേവനവും ഉറപ്പുവരുത്തേണ്ടതാണ് എന്നും പൊതുജനങ്ങൾക്ക് ഓൺലൈനായി ഫോമുകൾ സമർപ്പിക്കുന്നതിനുള്ള സൗകര്യം എല്ലാ സഹായ കേന്ദ്രങ്ങളിലും സജ്ജീകരിക്കുകയും ചെയ്യും. ഇക്കാര്യങ്ങളിൽ അക്ഷയ സെന്ററുകൾ ഈടാക്കുന്ന ഫീസ് ലഘൂകരിക്കാൻ IT വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ബൂത്ത് ലെവൽ ഓഫീസർമാരെ നിയോഗിക്കാതെയോ ഒഴിവുള്ളതോ ആയ പോളിംഗ് സ്റ്റേഷനുകളിൽ 2 ദിവസത്തിനകം തന്നെ നിയമനം നടത്തണമെന്നും നിർദ്ദേശിച്ചു. ഉദ്യോഗസ്ഥർക്ക് മുൻകൂർ അനുമതിയില്ലാതെ അവധി അനുവദിക്കരുത്. കരട് പട്ടികയിൽ നിന്നും വിട്ടുപോയ അർഹരായ എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിനുള്ള ബോധവൽക്കരണം നടത്തും. K-സ്മാർട്ട് വഴി ലഭ്യമാക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ കാലതാമസം നേരിടുകയാണ് എങ്കിൽ അത് നേരിട്ട് പഞ്ചായത്തുകൾ മുഖേന ലഭ്യമാക്കുന്ന കാര്യം പരിശോധിക്കുവാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിനോട് ആവശ്യപ്പെട്ടു. ക്യാമ്പുകളിൽ ഒരു K-സ്മാർട്ട് ഹെൽപ്പ് ഡെസ്ക് സജ്ജീകരിക്കാൻ നിർദ്ദേശം നൽകി. ചീഫ് സെക്രട്ടറിമാരുടെ ചേർന്ന യോഗം ഇക്കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയും ആവശ്യമായ നടപടികൾക്ക് ബന്ധപ്പെട്ട എല്ലാവർക്കും നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അർഹരായ മുഴുവൻ ആളുകൾക്കും വോട്ടവകാശം ഉറപ്പാക്കുക എന്നതാണ് സർക്കാരിന്റെ നയം. SIR പ്രക്രിയയിൽ അർഹതയുള്ള എല്ലാവരെയും ഉൾക്കൊള്ളണമെന്ന് സംസ്ഥാനം നിരന്തരം ആവശ്യപ്പെട്ടതാണ്. അർഹരായ എല്ലാവർക്കും സമ്മതിദാനാവകാശം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ വില്ലേജ് തലത്തിൽ ഹെൽപ്പ് ഡെസ്കുകൾ, വോട്ടർ പട്ടികയിൽ നിന്നും വിട്ടുപോയ മുഴുവൻ ആളുകളും ഈ സൗകര്യം ഉപയോഗിക്കണമെന്നും മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കേരളത്തിലെ BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് വെള്ളക്കരം സൗജന്യമാക്കുന്നതിന് അപേക്ഷ നൽകാവുന്നതാണ്. കേരള വാട്ടർ അതോറിറ്റി BPL വിഭാഗത്തിൽപ്പെട്ട ഉപഭോക്താക്കൾക്ക് നൽകുന്ന സൗജന്യ കുടിവെള്ള ആനുകൂല്യം ലഭിക്കുന്നതിനായി ജനുവരി 1 മുതൽ 31 വരെ അപേക്ഷ സമർപ്പിക്കാം. പ്രതിമാസം 15 കിലോ ലിറ്റർ, അതായത് 15,000 ലിറ്റർ വരെ മാത്രം ജലം ഉപയോഗിക്കുന്ന BPL വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ആനുകൂല്യം ലഭിക്കുക. 2026 BPL ആനുകൂല്യം ലഭിക്കുന്നതിനായി നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നവരും അതുപോലെ പുതുതായി ആനുകൂല്യം ആവശ്യമുള്ളവർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓൺലൈനായാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. 2026 ജനുവരി 31 മുമ്പ് bpl.kwa.kerala.gov.in എന്ന ഓൺലൈൻ പോർട്ടൽ വഴിയാണ് അപേക്ഷ നൽകേണ്ടത്. ഉപഭോക്താക്കളുടെ അബാക്കസ് വിവരങ്ങൾ സിവിൽ സപ്ലൈസ് വെബ്സൈറ്റിലെ റേഷൻ കാർഡ് വിവരങ്ങളുമായി താരതമ്യം ചെയ്ത ശേഷം അർഹതയുള്ളവർക്ക് ആനുകൂല്യം അനുവദിക്കും. വാട്ടർ ചാർജ് കുടിശ്ശികയുള്ളവരും പ്രവർത്തനരഹിതമായ മീറ്റർ ഉള്ളവരും ജനുവരി 31 മുമ്പ് കുടിശ്ശിക അടച്ചു തീർത്ത് കേടായ മീറ്റർ മാറ്റി സ്ഥാപിക്കുകയും ചെയ്താൽ മാത്രമേ ഈ പദ്ധതിക്ക് അപേക്ഷ നൽകിയാൽ ആനുകൂല്യത്തിന് അർഹത ഉണ്ടാവുകയുള്ളൂ. അതുപോലെ വാടക വീട്ടിൽ താമസിക്കുന്നവർക്കും ഈ വർഷം മുതൽ BPL ആനുകൂല്യം അനുവദിക്കുന്നതാണ്. മുമ്പ് അത് ലഭിച്ചിരുന്നില്ല. ഈ വിഭാഗത്തിൽപ്പെട്ട ഉപഭോക്താക്കൾ അപേക്ഷയോടൊപ്പം വാടക കരാറിന്റെ പകർപ്പും വീട്ടുടമസ്ഥന്റെ സമ്മതപത്രവും ഓൺലൈൻ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്തുള്ള വാട്ടർ അതോറിറ്റി സെക്ഷൻ ഓഫീസുമായിട്ട് ബന്ധപ്പെടുകയോ ടോൾ ഫ്രീ നമ്പറായ 1916 വിളിക്കുകയോ ചെയ്യാവുന്നതാണ്. അക്ഷയ CSC കേന്ദ്രങ്ങളിലൂടെ ഇത് ഓൺലൈനായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥ മൂലം കേരളത്തിലെ PM കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നവരിൽ 10 ലക്ഷത്തോളം കർഷകർ പുറത്താകും എന്ന ആക്ഷേപം ഉയരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും PM കിസാൻ സമ്മാൻ നിധിയുടെ ഏറ്റവും പുതിയ അറിയിപ്പുകളുമാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്.
വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതിയായ കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ നിന്നും കേരളത്തിലെ 10 ലക്ഷത്തോളം കർഷകർ പുറത്താകും. സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥ മൂലമാണ് ഇതെന്നാണ് ആക്ഷേപം ഉയരുന്നത്. കേരളത്തിൽ 36 ലക്ഷം കർഷകരാണ് 2019 കേന്ദ്ര സർക്കാർ ആരംഭിച്ച PM കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കളായിട്ടുള്ളത്. 6000 രൂപ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ലഭിക്കുന്ന പദ്ധതി സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ അനാസ്ഥതയെ തുടർന്ന് ഇപ്പോൾ കേരളത്തിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് എന്നാണ് ആക്ഷേപം. കിസാൻ സമ്മാൻ നിധി ആരംഭിക്കുമ്പോൾ ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിച്ചാൽ മതിയായിരുന്നു. എന്നാൽ കർഷകരുടെ ആധികാരികത ഉറപ്പാക്കാൻ സംസ്ഥാന കൃഷി വകുപ്പിന് കേന്ദ്രം അനുമതി നൽകി. സംസ്ഥാനത്തെ കൃഷി വകുപ്പാണ് അന്തിമ അനുമതി നൽകേണ്ടത്. സംസ്ഥാന കൃഷി വകുപ്പിന്റെ കീഴിൽ കതിർ എന്ന ഓൺലൈൻ സംവിധാനമാണ് ഇതിനായി തയ്യാറാക്കിയിരിക്കുന്നത്. കർഷകരുടെ വ്യക്തിഗത വിവരങ്ങളും ബാങ്ക് സംബന്ധമായ കാര്യങ്ങളും കതർ ആപ്പ് മുഖേന കൃഷി വകുപ്പ് ശേഖരിക്കുന്നുണ്ട്. എന്നാൽ കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളുടെ ഭൂമി സംബന്ധമായ വിവരം പരിശോധിക്കാൻ 2025 സംസ്ഥാന റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അഗ്രിസ്റ്റാക്ക് എന്ന ഓൺലൈൻ സംവിധാനം കൊണ്ടുവരികയും അതിലൂടെ രജിസ്ട്രേഷൻ ആരംഭിക്കുകയും ചെയ്തു. 2019 ആരംഭിച്ച കിസാൻ സമ്മാൻ നിധിക്ക് 2018-19 സാമ്പത്തിക വർഷത്തെ നികുതി രസീറ്റ് നിർബന്ധമാണ്. ഭൂ ഉടമ മരിച്ചാൽ ഭാര്യയുടെ പേരിലെടുക്കുന്ന നികുതി രസീറ്റ് ഉണ്ടായാൽ ആനുകൂല്യം നൽകാമെന്ന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നു. എന്നാൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ അഗ്രിസ്റ്റാർക്ക് രജിസ്ട്രേഷനിൽ ഇത്തരം നികുതി രസീറ്റ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയില്ല. ഇതാണ് പ്രതിസന്ധിക്ക് കാരണമായിട്ടുള്ളത്. ഇതിൽ സ്വാഭാവികമായി എല്ലാ വർഷവും നടക്കുന്ന ലാൻഡ് വെരിഫിക്കേഷനിൽ ഭൂ ഉടമ മരിച്ചാൽ ഭാര്യ മുതൽ പേർ അടക്കുന്ന ഭൂനികുതി പ്രകാരം വർഷം ലഭിക്കേണ്ട 6000 രൂപ പിന്നീടുള്ളവർക്ക് ലഭിക്കില്ല. കേരളത്തിൽ ഇതുമൂലം 10 ലക്ഷത്തോളം കർഷകർക്കാണ് കിസാൻ സമ്മാൻ നിധി ലഭിക്കാതെയാകുന്നത്. സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് പരിഹരിക്കണം എന്നാണ് കർഷക മോർച്ച ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉടനടി പരിഹരിച്ചില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും സംസ്ഥാന കർഷകർക്ക് ലഭിക്കേണ്ട സഹായം ഇല്ലാതെയാകും. സംസ്ഥാന IT ഡിപ്പാർട്ട്മെന്റും റവന്യൂ കൃഷി മന്ത്രാലയവും കർഷകരുടെ രജിസ്ട്രേഷനിൽ കേന്ദ്ര മാനദണ്ഡ പ്രകാരം ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് കർഷക മോർച്ച സംസ്ഥാന അധ്യക്ഷൻ ഷാജി രാഘവൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് എങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. പല പാവപ്പെട്ട ആളുകൾക്കും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് ലഭിക്കേണ്ട അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ലഭിക്കേണ്ട ആനുകൂല്യം ഇല്ലാതെയാകും എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അതിൽ സംസ്ഥാന സർക്കാർ ഒരു അടിയന്തര നടപടി സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് ആവശ്യം. PM കിസാൻ സമ്മാൻ നിധി ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തെ തുകയാണ് ഇനി ലഭിക്കേണ്ടത്. ഫെബ്രുവരിയിൽ ആ ഒരു തുകയുടെ വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് വിവരം. കഴിഞ്ഞ 2 തവണകളായിട്ട് ചില അക്കൗണ്ടുകൾ താൽക്കാലികമായിട്ട് റദ്ദ് ചെയ്തിരിക്കുകയാണ്. ഇരട്ടിപ്പിന്റെ സംശയത്തെ തുടർന്നാണ് അത്തരം അക്കൗണ്ടുകൾ റദ്ദ് ചെയ്തിട്ടുള്ളത്. അത് പിന്നീടൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ആ ഒരു തുക ഇനി അവർക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് വിവരം. ഇത് PM കിസാൻ സമ്മാൻ നിധി വെബ്സൈറ്റിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. KYC അതുപോലെ തന്നെ ലാൻഡ് വെരിഫിക്കേഷൻ ഇവയെല്ലാം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എങ്കിൽ കൃത്യമായിട്ട് ചെയ്യണം. ഇതിന് സ്വന്തം സ്റ്റാറ്റസ് പരിശോധിക്കുകയാണ് വേണ്ടത്. PM കിസാൻ വെബ്സൈറ്റിൽ ന്യൂ ഫാർമേഴ്സ് കോർണറിൽ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ്. ആധാർ കാർഡുള്ളവർ ഈ തെറ്റ് ചെയ്യുകയാണ് എങ്കിൽ ബാങ്ക് അക്കൗണ്ട് വരെ കാലിയാകും. ആധാർ ഉടമകൾക്ക് കർശന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പറയുന്നത്. ഇന്ത്യക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖകളിലൊന്നായി ആധാർ കാർഡ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യൻ പൗരർക്ക് ആധാർ കാർഡ് ഇല്ലാതെ ഒരു സേവനവും ലഭ്യമാവാത്ത സ്ഥിതിയാണ് ഇന്നുള്ളത്. ബാങ്ക് മുതൽ സർക്കാർ പദ്ധതികൾ വരെ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആധാർ കാർഡ് മിക്കവാറും എല്ലായിടത്തും ഉപയോഗിക്കുന്നു. ഉപയോഗം പോലെ തന്നെ അതിന്റെ സുരക്ഷയും ഒരുപോലെ പ്രധാനമായി മാറിയിരിക്കുന്നു. എന്നാൽ ചെറിയ തെറ്റുകൾ വരുത്തുന്ന അപകട സാധ്യത മനസ്സിലാക്കാതെ പലരും അവ ആവർത്തിക്കുകയാണ്. അത്തരം തെറ്റുകൾ സാമ്പത്തികമായിട്ടുള്ള നഷ്ടം ഉൾപ്പെടെയുള്ള ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് നീങ്ങിയേക്കാം. തട്ടിപ്പുകൾ ഒഴിവാക്കാൻ ആധാർ ഉപയോക്താക്കൾ ജാഗ്രത പാലിക്കണം എന്ന് സർക്കാരും യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയും ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ്. ആധാറുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസുകൾ വർദ്ധിച്ചു വരുന്നതിനാലും ചോർന്ന വിവരങ്ങൾ പലതരത്തിലും ദുരുപയോഗം ചെയ്യപ്പെടുന്നതിനാലുമാണ് ഈ നിർദ്ദേശം. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരിക്കലും കോളുകളിലൂടെയോ സന്ദേശങ്ങളിലൂടെയോ ആധാർ നമ്പറോ OTPകളോ ആവശ്യപ്പെടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അജ്ഞാത ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുകയും
വിശദാംശങ്ങൾ നൽകുകയും ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ തട്ടിപ്പിന് ഇരയാവുകയും ബാങ്ക് അക്കൗണ്ടുകൾ കാലിയാവുകയും ചെയ്തേക്കാം എന്നുള്ളതാണ് മുന്നറിയിപ്പ്. ബാങ്ക് തട്ടിപ്പ്, വ്യാജ സിം കാർഡുകൾ, തിരിച്ചറിയൽ രേഖകൾ മോഷ്ടിക്കൽ അല്ലെങ്കിൽ സർക്കാർ ആനുകൂല്യങ്ങൾ ദുരുപയോഗം ചെയ്യൽ എന്നീ പ്രശ്നങ്ങളിൽ എത്തിപ്പെടാനും സാധ്യത കൂടുതലാണ് എന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. പ്രധാനമായി ഈ തെറ്റുകൾ ഒരു വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ട് പോലും കാലിയാക്കുന്നതാണ്. ആളുകൾ നൽകുന്ന ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്ന് അവരുടെ ആധാർ നമ്പർ പങ്കിടുന്നു എന്നുള്ളതാണ്. കടകൾ, ഹോട്ടലുകൾ, സൈബർ കഫേകൾ എന്നിവയിൽ ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പികൾ നൽകുന്നത് മുതൽ അജ്ഞാത വെബ്സൈറ്റുകളിൽ ലിങ്കുകൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിവരങ്ങൾ പങ്കുവെക്കുന്നത് വരെ ഇതിൽ പെടുന്നു. ആധാർ വളരെ സെൻസിറ്റീവായ ഒരു രേഖയാണ് എന്നത് എപ്പോഴും ഓർക്കേണ്ടതുണ്ട്. വിശ്വസനീയവും അത്യാവശ്യവുമായ സ്ഥാപനങ്ങൾ മാത്രമേ ആധാർ വിവരങ്ങൾ പങ്കിടാൻ പാടുള്ളൂ. വ്യാജ ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുന്നതിനോ സിം കാർഡുകൾ നേടുന്നതിനോ സർക്കാർ പദ്ധതികളിൽ തെറ്റായി രേഖകൾ ദുരുപയോഗം ചെയ്ത് അവകാശങ്ങൾ തട്ടിയെടുക്കുന്നതിനും ഇത്തരം ആധാർ നമ്പറുകൾ ഉപയോഗിച്ചേക്കാം. ഫോട്ടോ കോപ്പി നൽകുന്നത് അപകടകരമാണ് എന്നതാണ് പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്ന്. അതിനാൽ തന്നെ സാധ്യമാകുമ്പോഴെല്ലാം പകർപ്പിന് പകരം മാസ്ക് ആധാർ ഉപയോഗിക്കേണ്ടതാണ്. ആധാർ ഉപഭോക്താക്കളെ ചുറ്റിപ്പറ്റിയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട അപകടം വ്യാജ കോളുകളിൽ നിന്നും വരുന്ന സന്ദേശങ്ങളാണ്. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ബാങ്ക് ഉദ്യോഗസ്ഥർ എന്ന് നടിച്ച് ആധാർ വിശദാംശങ്ങളോ OTPയോ ആവശ്യപ്പെട്ടേക്കാം. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഒരിക്കലും കോൾ ചെയ്യുകയില്ല എന്നുള്ളതാണ് എല്ലാ ഗുണഭോക്താക്കളും ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ദൂരെ